എനിക്ക് ആ ഒറ്റ ആഗ്രഹമുള്ളൂ. ഞാൻ മരിക്കുമ്പോ ഇന്നെ അറിയുന്ന ആൾക്കാർക്ക് ഒരു ഞെട്ടലുണ്ടാവും. ഓൻ മരിച്ചു. ഒരു വിങ്ങില് പിന്നെ അറിയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പിന്നെ കേൾക്കുന്ന ആൾക്കാരോ ഇനി എവിടെയോ കണ്ടു പറഞ്ഞ ആൾക്കാർക്ക് ഒരു വിങ്ങില് മരിച്ചു. അപ്പൊ നമ്മൾ ചില ഉമ്മാരൊക്കെ പറഞ്ഞ അത് വെറുതെ നമുക്ക് ഇനി പരിശോധന ഉണ്ടാവും. പക്ഷെ ആ ഒരു വിങ്ങില് നമ്മൾ ഏതെങ്കിലും പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ മരിക്കണമെങ്കിൽ വിങ്ങിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മളോട് ഓരോ ജീവിക്കും. അയാൾ ജീവിച്ചു എന്ന് തന്നെ അറിയും. എന്റെ ഫ്രണ്ട് ഇതിനകത്ത് സൂയിസൈഡ് ചെയ്തു. ഞങ്ങൾ അതിന് ശേഷം കൂടിയ സമയത്ത് ഒരു ചങ്ങായി ചോദിച്ചു, എന്നാലും ആ നായിയെ ചെയ്തില്ല. നായി എന്നാ വിളിച്ചത്, പക്ഷെ പറഞ്ഞത് സങ്കടം കൊണ്ടാണ്. അവൻ ജീവിച്ചതുകൊണ്ടാണ്. നമ്മൾ ജീവിച്ചു എന്ന് പറയാം, നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ രണ്ട് കാര്യം വേണം. ഒന്നെങ്കിൽ ഒരു വിങ്, ഒരു നീറ്റ്, ആ ഒരു ദിവസം ഒറ്റ ദിവസം മതി ഒരു നീറ്റില്. അതായത് ഓർക്ക് ഫീൽ ഗുഡ് ആയി പോകാവുന്ന ഒരു ദിവസം എന്റെ മരണ വാർത്ത കേട്ടാണ്ട് ഒരു സങ്കടത്തിലായിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് എന്തോ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഇതിനാ പഠിച്ചോനെ എന്നൊക്കെ അവിടെ വിളിച്ചത് ആരെയും ഒരാളെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനസ്സിലാണ്. എന്തോ ഒരു കാര്യം പുറത്ത് ഒരാളെ കുറിച്ച് നമ്മൾ ചോദിക്കില്ല, ഇതിനാ പഠിച്ചോനെ. ചില ആൾക്കാരൊക്കെ നമ്മൾ മരിക്കണം എന്ന് ആഗ്രഹിക്കും. ഖദീജ എന്ന് പറഞ്ഞ പുസ്തകത്തില് അബു എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ആളാ. അപ്പൊ അത് ക്യാൻസർ ആയിട്ട് ഭയങ്കരമായിട്ട് ഷോർട്സ് നിൽക്കുന്ന സമയമുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാരും പിന്നെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ പള്ളിക്കലൊക്കെ ഒരു പ്രസംഗം ഉണ്ടാവും. ജീവിതമാണ് ഹയർ എന്നുണ്ടെങ്കിൽ ജീവിക്കാനും മരണമാണ് ഹയർ എന്നുണ്ടെങ്കിൽ മരിക്കും. ചില മനുഷ്യന്മാര് ഇത്ര അടങ്ങാറാക്കാതെ മരിപ്പിക്കണമെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. സ്നേഹം കൊണ്ടാണ്. ചില മനുഷ്യന്മാരെ എന്തിനാ മരിപ്പിച്ചതെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അത് സ്നേഹം കൊണ്ടാണ്. ചില മനുഷ്യന്മാര് മരിച്ചുകൂടെ നമ്മൾ ചോദിക്കാറുണ്ട്. വെറുപ്പുണ്ടേക്കാറുണ്ട്. ഒരേ ചോദ്യത്തിനെ രണ്ട് രീതിയിലാക്കാം. ഒരു കഥ പറഞ്ഞാലോ, ലോകത്ത്